നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് മഞ്ഞിപ്പാടിയിലെ സന്ദേശിന്റെ തൂങ്ങി മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഒരാഴ്ച മുമ്പ് ആത്മഹത്യ ചെയ്ത ബ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ സുഹൃത്തായിരുന്നു സന്ദേശ്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് കുട്ലു മഞ്ഞിപ്പാടിയിലെ നാരായണ നായിക് സരോജ ദമ്പതികളുടെ മകനാണ് സന്ദേശ്. 29 വയസ്സുകാരനായ സന്ദേശിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. ബ്ലോഗർ ചിന്നു പാപ്പു സന്ദേശും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാടക ക്വാർട്ടേഴ്സിൽ രേഷ്മ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് സന്ദേശിനെ ചോദ്യം ചെയ്തിരുന്നു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് വിട്ടയക്കുകയും ചെയ്തു. രേഷ്മയുടെ മരണശേഷം സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും യുവതിയുടെ മരണത്തിന് കാരണം സന്ദേശാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടന്നെന്നും ഇതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നുവെന്നും ഇയാളുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സന്ദേശിന്റെയും രേഷ്മയുടെയും ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ ഡ്രൈവറായിരുന്ന സന്ദേശിന് കുറച്ചു കാലമായി ഡോർ പോളിഷ് ചെയ്യുന്ന ജോലിയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നാരായണ നായിക് സരോജന ദമ്പതികളുടെ മകനാണ്. കഴിഞ്ഞ ആഴ്ച സന്ദേശ് ജോലിക്ക് പോയ സമയത്തായിരുന്നു വാടക ക്വാർട്ടേഴ്സിൽ ചിന്നു പാപ്പു ജീവനൊടുക്കിയിരുന്നത്. ഭർത്താവുമായി ഏറെ നാളായി പിരിഞ്ഞു താമസിക്കുകയായിരുന്ന ചിന്നു പാപ്പു യുവാവിനൊപ്പമായിരുന്നു താമസം. യുവതിയെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. തുടർന്ന് സന്ദേശ് താമസ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ചിന്നു പാപ്പുവിന് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ചിന്നു പാപ്പുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സുഹൃത്തുക്കളുമായുള്ള തർക്കമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ താരമായ ചിന്നു ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടുപേരും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാതെ രണ്ടുപേരും ഒരു ചോദ്യചിഹ്നം മാത്രം അവശേഷിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മെ വിട്ട് പിരിയുന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്.